എന്താടാ എന്താടാ എന്തേ തങ്കം ഇഷ്ടമല്ലാത്തടത്ത് വലിഞ്ഞു കയറി ചെല്ലുന്ന സ്വഭാവമല്ല റൊണാൾഡിനെന്ന് ഗിരിമാമൻ അറിയാമല്ലോ. ഇതിപ്പോ അവൾ അതുദ്ദേശിച്ചൊന്നും പറഞ്ഞതാവില്ല അല്ലേ? പിന്നല്ലാതെ മാമി അവൾ എന്തേലും ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നീ കയറി ചെന്നപ്പോ വെറുതെ ഞങ്ങൾ ആ ദേഷ്യത്തിനെ പറഞ്ഞതാവും. ഇതിലും വലിയ ദേഷ്യപ്പെട്ടിരുന്നപ്പോൾ ഞാൻ ചെന്നപ്പോഴൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലില്ലിപ്പെണ്ണ്. ഇത് സംഭവം എനിക്ക് മനസ്സിലായി. ഇത് കനകമ്മച്ചമ്മ പറഞ്ഞിട്ട് അവളെന്നെ തള്ളി പറഞ്ഞു. വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ. കനകൻ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിച്ചു? അതിന് വിഷമിക്കണ്ട റൊണാൾഡേ. എന്തുവാണ് ആ ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്നപ്പോഴത്തേന് അവൾ ഇങ്ങനെ പറയേണ്ട വല്ല കാര്യമാണ്? അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയോടന്ന് അങ്ങനെ അങ്ങോട്ട് ഇറക്കി വിടും. എന്തെങ്കിലും ഇപ്പം കുരുത്തക്കേട് ഒന്നും കാണിച്ചില്ല, അതൊന്നുമില്ല. അത് അമ്മ വെറുതെ സപ്പോർട്ട് ചെയ്യും. ഞാൻ ചെല്ലുമ്പോ ഇതിങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു നീ എന്തിനിങ്ങനെ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും തിരിച്ചു പറയില്ലേ എന്ന് വെച്ചപ്പോ അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയാൽ മതി. അതെനിക്ക് വിഷമായി. നിന്നോട് അങ്ങനെ ഓ വെറുതെ ഈ ലാസ്റ്റ് പറഞ്ഞ തുമ്പ് വലുതാക്കി പറയല്ലോ കേട്ടാ. നീ അവിടെ ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നും മാമി അങ്ങനെയൊന്നും പറയത്തില്ല. അതെ, ഇതിപ്പോ കുടുംബത്തൊക്കെ നടക്കണ നിസ്സാര ഒരു പ്രശ്നം. നീ ഇനിയിപ്പോ അങ്ങോട്ട് പോവാതിരുന്ന പ്രശ്നം തീർന്നു. അത് അങ്ങനെ അങ്ങോട്ട് വിട്ടേക്കത്. അതങ്ങനെ വിടാൻ പറ്റത്തില്ല. എന്റെ ആത്മാഭിമാനമാണ് മുറിഞ്ഞത്. വെറും 4 ദിവസക്ക് മുമ്പിൽ അറിയാവോ? തങ്കച്ചേട്ടത്തിയാണ് വീട്ടില് വിളക്കല്ലയോ? തങ്കച്ചേട്ടൻ എടുത്തില്ലേ പെണ്ണിൽ അങ്ങനെ പറയോ? ഇതെന്താണെന്നറിയാമോ? ഇതിന് പിണക്കമില്ല എന്നുള്ളത് അവൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിന് അവള് വന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോകും എന്നുള്ള അറിയാവുന്നതുകൊണ്ടാണ്. നാണം ഉണ്ടെങ്കിൽ തിരിച്ചു പോകൂല. അതാ വേണ്ടത്. അമ്മ ചുമ്മാ ഈ ഇതില് എനിക്കിപ്പോ എന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. ആ പാവം നിൽക്കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി, അത് കാരണം പറഞ്ഞതാ. അല്ലേ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. അത് എന്താ അവിടെ ഉണ്ടായി എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ് മാത്രം കേട്ടാ പോരല്ലോ. അങ്ങനെ ദേഷ്യപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇവനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. എന്റെ പൊന്നപ്പോ ചുമ്മാ ഇവരുടെ പ്രശ്നത്തിൽ തലയിടല്ലേ, മിണ്ടായിരിക്കും അവിടെ. ഇതിപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വീട്ടിലെ കാരണവരാണോ ഗിരിമാമൻ? ആണോ? ഇത്രയും വണ്ണത്തിലും പൊക്കത്തിലും വളർന്ന ഗിരിമാമന് സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ലേ? കുത്തു പറയുന്നത് കേട്ടിട്ടേ പറയത്തുള്ളൂ. അപ്പൂപ്പം പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷെ കുടുംബത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ അത് എന്താണെന്ന് അറിയണ്ടേ? കാര്യം ഇത്ര ഉണ്ടായിട്ടുള്ളൂ എന്ന് ഞാൻ ചോദിച്ചതല്ലേ. ശരി, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. എനിക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ലല്ലോ. ആലോചിച്ച് വിശക്കുകയും ചെയ്യുന്നല്ലോ. അതിനെന്തായാലും അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്ക്. ചോദിക്കണേ മാമ. ഞാനേ നല്ല മലയാളത്തിലല്ലേ പറഞ്ഞത് ഇവിടുന്ന് കഴിക്കാൻ. അപ്പൊ ലില്ലിപ്പെണ്ണിന്റെ അടുത്തുനിന്ന് കഴിച്ചാലല്ല ഇറങ്ങി പോവുള്ളൂ. ഇപ്പൊ വയറ് നിറച്ചും കിട്ടിയില്ലേ? അത് തന്നെ. എന്റെ പൊന്ന് റൊണാൾഡോങ്കിലേ, നീ തരം കിട്ടി കളിക്കുന്നവളാ. നീ വന്നേര് കേട്ടോ. കുഞ്ഞു പിള്ളേരെ കൊണ്ടുവിടാൻ സ്കോളർഷിപ്പ് ഉണ്ടാക്കാൻ നീ വന്നേരുന്നേ. ഓ കണ്ടായിരുന്നു സ്കോളർഷിപ്പ് ഉണ്ടാക്കിയ. എന്താടാ മോളല്ലേ? നീ മുട്ട വറുത്തതും കൂട്ടി തിന്നുവാവോ? അയ്യോ ആയിക്കോട്ടെ.